കഴിഞ്ഞ ദിവസം ഏതോ സ്കൂളിലോ കോളേജിലോ ഉണ്ടായ ഓണപരിപാടിയോ ഭാഗമായിട്ട് നടത്തുന്ന ഒരു തെണ്ടിത്തരാണ് നിങ്ങളിപ്പം കാണുന്നത്. അതായത് സ്റ്റേജിൽ തുള്ളുന്ന രണ്ടുപേരെ കണ്ടല്ലോ, രണ്ടല്ല അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. സോ അവർ ആ ഒരു സമുദായത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഡാൻസാണിത്. ഹിജാബ് ഇട്ടിട്ടുണ്ട്. ഹിജാബിനെ കുറച്ചെങ്കിലും നിങ്ങൾ മേനിക്കണം പ്ലീസ്. അതുമല്ല, ഇത് നിങ്ങളിങ്ങനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾക്ക് അനുവാദമില്ല. പെൺകുട്ടികൾക്ക് സ്റ്റേജിൽ കയറാൻ അനുവാദമില്ല. ഇങ്ങനെ കയറി തുള്ളുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടില്ല. അങ്ങ് മുകളിലിരിക്കുന്ന അള്ളാഹുവിന് ഒരു ജന്മത്തിൽ ഇഷ്ടപ്പെടില്ല. അത് കളിയാക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് ഇനി സ്വർഗം പോയിട്ട് ഒരു കിട്ടത്തില്ല. ഇനി അവിടെ പോയാൽ അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണ്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഈ കമൻറ്റ് ബോക്സിൽ വന്ന ചില കോയമാരും കാക്കമാരും മതപ്രാന്ത് പിടിച്ച ചില ആൾക്കാരും വന്ന് പറയുന്ന ഡയലോഗാണിത്. എനിക്ക് മനസ്സിലാത്ത കാര്യം, ഈ 2025 ഇവന്മാർക്ക് എന്താണ് നേരം വിളിക്കാത്തത്? എത്രയോ കാലങ്ങളായിട്ട് ഈ മതവും വിറ്റ് ഓരോ കാര്യം പറഞ്ഞ് നിങ്ങൾ ജീവിക്കുന്നില്ലേ? ഓണാഘോഷം ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എല്ലാവരെയും കുറിച്ചുള്ള നല്ലവരായ കുറേ ആൾക്കാരുണ്ട്. അതിൽ ഒരു 10% ആൾക്കാർ ഇതുപോലെയുണ്ട്, പറയിപ്പിക്കാനായിട്ട് ജനിച്ച കുറേ ആൾക്കാർ. അതുമല്ല, എനിക്ക് മനസ്സിലാത്ത കാര്യം എന്താ വെച്ചാൽ, പ്രഗ്നൻ്റ് ആയ ലേഡീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട മരണപ്പെട്ടാലും അള്ളാഹുവിന് പ്രശ്നമല്ല. അതേപോലെ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറിയാലോ ഇതുപോലെ ഡാൻസ് കളിച്ചാലോ മാത്രം അള്ളാഹു കോപിക്കും. ശരിക്കും ഇത് ഇഷ്ടപ്പെടാത്തത് അള്ളാഹുവിനാണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില മതപ്രാന്തന്മാർക്കാണോ? ഇതിപ്പോൾ എല്ലാ മതത്തിലും ഇതുപോലെ ആൾക്കാരുണ്ട്, ഒരു മതം മാത്രമല്ല. ഇതിൻ്റെ താഴെ വന്ന് ചില ആൾക്കാർ എന്നെ സംഖ്യയാക്കണം നിൽക്കണ്ട. കാരണം എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒന്നേ പറയാനുള്ളൂ, 2025 മതവിശ്വാസവും വിശ്വാസമൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പ്രാന്ത് അല്ലെങ്കിൽ അന്ധവിശ്വാസം അല്ലെങ്കിൽ തലക്ക് മതമാണ് എല്ലാം എന്ന് കരുതി ജീവിക്കുന്നില്ലേ, ആ ഒരു ചിന്താഗതി മാറ്റിയാൽ തന്നെ നിങ്ങളൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെടും.